അല്ലെങ്കിൽ ജോലി നിഷേധിക്കാനുള്ള കാരണമെന്ന് ന്യായമായി യൂത്ത് കോൺഗ്രസിനെ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം ഒരു SFIയുടെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞു, എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്, ഇരിക്കുന്നവരാണ് ഏതോ മോഹനൻ കുഞ്ഞിമേനാണ് ഇവിടെ ഒരു SFIയുടെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാവ് പറയുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇരിക്കുന്നവർ മുടിക്കുന്നത് മോഹനൻ കുഞ്ഞിമേലല്ല, അല്ലെങ്കിൽ മോഹനൻ കുഞ്ഞിമേലപ്പുറം ഇരിക്കുന്നവർ മാത്രമല്ല കേരളം മുഴുവൻ മുടിക്കുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് പിണറായി വിജയനാണ് എന്ന് ഈ സഖാക്കന്മാരോട് വിദ്യാർത്ഥി നേതാക്കളോട് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, കേരളത്തിലെ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മൂക്കിൽ പഞ്ഞു വെച്ച് നെഞ്ചിൽ റീത്ത് വെച്ച് സ്വയം ശവഘോഷയാത്ര നടത്തിയത് ഈ പറയുന്ന സെക്രട്ടറിയുടെ മുന്നിലാണ്. അന്ന് സെക്രട്ടറിയുടെ മുന്നിൽ ആ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചവർ സമരം നടത്തുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇതുപോലെ ചുട്ടുപൊള്ളുന്ന ടാറിൽ മുട്ടിലഴിഞ്ഞപ്പോൾ അവരുടെ മുട്ടിൽ നിന്ന് ചോരത്തുള്ളികൾ, അവരുടെ അധ്വാനത്തിന്റെ ചോരത്തുള്ളികൾ ഈ ടാറിൽ വീണപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ പിണറായി വിജയനായിരുന്നു. ഇവിടെ തിരുവനന്തപുരം പാറശാലയിൽ അനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു ചെറുപ്പക്കാരനാണ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഡേവിഡ് എന്ന് പറയുന്ന ഒരു നെയ്യാറ്റിക്കരയുള്ള സ്വദേശി ഉണ്ടായിരുന്നു. ഒരു ജോലി കിട്ടാതായപ്പോൾ ഏതോ ഒരു തൊഴിൽ തട്ടിപ്പുകാരന്റെ പ്രലോഭനത്തിൽ വീടുപോയി. നമുക്കറിയാം, നാട് വിട്ടുപോയി ജോലി ചെയ്യാൻ തീരുമാനമെടുത്തു. ഏതോ റഷ്യയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 3 ലക്ഷം രൂപ മേടിച്ച് ഡേവിഡ് എന്ന് പറയുന്ന ഒരു യുവാവ് റഷ്യയിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റിലേക്കല്ല ആ ചെറുപ്പക്കാരൻ ജോലി കിട്ടിയത്, റഷ്യൻ പട്ടാളത്തിലേക്കാണ്, റഷ്യയുടെ യുദ്ധഭൂമിയിലേക്കാണ് ആ ചെറുപ്പക്കാരൻ ചെന്ന് വീഴേണ്ടി വന്നത്. അവസാനം അവിടെ നിന്ന് ജീവനം കൊണ്ട് നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു ലോഡ്ജിലാണ് ഡേവിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ആ ഡേവിഡ് തൊഴിൽ കിട്ടാത്തപ്പോൾ ഇവിടുത്തെ PSCയുടെ ചെയർമാൻ 4 ലക്ഷം രൂപ ശമ്പളം മേടിച്ച് അഹങ്കാരത്തോടു ഇരിക്കുമ്പോഴാണ് ഡേവിഡ് ഇവിടെ മരിക്കുന്നത്. ആ ഡേവിഡ് മരിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ്. അപ്പോൾ ഇത്രയധികം ആളുകളെ കൊല്ലുന്ന പിണറായി വിജയനല്ലേ ഇരിക്കുമ്പോൾ മുടിക്കുന്നവൻ എന്ന വിശേഷണം ചേരുന്നത്? ഇരിക്കുന്നവൻ മാത്രമല്ല, ഇരുന്നു കൊണ്ട് കേരളം മുഴുവൻ മുടിക്കുന്നയാളായി കേരളത്തിലെ പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ നാട്ടിൽ മരിക്കാനുള്ളത് ആരാണ്? പാവപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി മരിക്കാൻ. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി കൊടുക്കാൻ ഈ PSCക്കും സർക്കാരിനും കഴിയുന്നില്ലെങ്കിൽ അവരെ അങ്ങ് കഴുത്ത് ധരിച്ച് കൊന്നു കളയണം. അതല്ലെങ്കിൽ അവർക്ക് ഒരു മുഴുവൻ കയർ കൊടുക്കണം എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇവിടെ എല്ലാ ദിവസവും പിൻവാതിൽ നിയമനമാണ് നടക്കുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ വളരെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, പിൻവാതിൽ നിയമനമാണ്. ആ കഷ്ടപ്പെട്ട് പഠിച്ച 1 റാങ്ക് ഹോൾഡേഴ്സിന് ജോലി നിഷേധിച്ചതിന്റെ അടിസ്ഥാന കാരണമെങ്കിൽ എന്റെ ഞാൻ അവരുടെ സമൂഹത്തോട് പറയാണ്, ഇത് തിരുവനന്തപുരത്തിന്റെ മണ്ണ് ഒരൊറ്റ പിൻവാതിൽ നിയമനം നടത്താൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ആരും അഭിമുഖം നടത്തി CPM നേതാക്കൾ തിരികെ കേട്ടില്ല. CHകാർ കത്ത് കൊടുക്കുമ്പോൾ കേൾക്കുകയാണ്. എന്താണ് യോഗ്യത? ദേശാഭിമാനി വായിക്കുന്നവർക്ക് ജോലി കൊടുക്കുന്നു. ദേശാഭിമാനി വായിക്കുന്നവരുടെ വിവരം എത്രയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ച 1 റാങ്ക് ജോലി കൊടുത്തിട്ടില്ല. ഇവിടെ ആർക്കാണ് പരിഗണന? കൊലയാളികൾക്ക് 650 രൂപ ശമ്പളം കൊടുക്കുകയാണ് ഇല്ലേ? ഇവിടുത്തെ 1 റാങ്കുകാർക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ കൊലയാളികൾക്ക് ജയിലിൽ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്, 650 രൂപ ശമ്പളം ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന PSC ചെയർമാന്റെ ശമ്പളം എത്രയാ? 4.5 ലക്ഷം രൂപയാണ്. ചേർന്നാലും ഒരു പണിയുമില്ലാത്ത ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് PSC ചെയർമാന്റെ പോസ്റ്റാണ്. ഇതുവരെ ഈ പറയുന്ന 1 റാങ്കുകാരി 3 വർഷമായി നിയമനം കൊടുക്കുകയാണ്. ഒരൊറ്റ അവസരം കൊടുക്കാൻ PSCയുടെ ചെയർമാൻ നിയമിച്ചല്ലോ. ഒരു കാര്യത്തിൽ PSC ചെയർമാനോട് സ്വഭാവം തോന്നുകയാണ്. ഒരു പണിയുമില്ലാത്ത പോസ്റ്റ് വെറും 3.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ ചെയർമാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളാണ്, അരി മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് PSCയുടെ ചെയർമാന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പുറത്തേക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. പാവപ്പെട്ടവരായതുകൊണ്ട് ഇനി അയാളുടെ കയ്യിൽ നിന്ന് പണം വേണ്ട, യൂത്ത് കോൺഗ്രസ് പുറത്തേക്ക് പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് പഠിച്ചത്? അവർ വീണ്ടും പഠിക്കണം, വീണ്ടും പൈസ ചെലവഴിക്കണം. ഈ സർക്കാർ ആർക്കാണ് പരിഗണന കൊടുക്കുന്നത് എന്നുള്ള ന്യായമായ ചോദ്യമാണ്. ഇവിടെ സ്വർണം കക്കാൻ സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വം 3.5 കോടി രൂപ അടിച്ചു മാറ്റാൻ സമയമുണ്ട്. സകല കൊള്ളരുതായി വയ്ക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ സർക്കാരിന് സമയമുണ്ട്. പക്ഷേ ഈ റാങ്കുകാർക്ക് ജോലി കൊടുക്കാൻ സമയമില്ലാത്ത സർക്കാർ കേരളത്തിൽ വേണ്ട. അതുമാത്രമല്ല, ഈ ഒരു പിൻവാതിൽ നിയമനം ഈ മണ്ണിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം ഇതൊരു പ്രതീകാത്മക സമരമാണ്. ഇവിടെ ഈ പറയുന്ന കൊലക്കയർ PSCയുടെ ചെയർമാനെ കൈമാറിക്കൊണ്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. കൊലക്കയർ കൈമാറുകയാണ് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് യൂത്ത് കോൺഗ്രസ്.
പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം പിൻവാതിൽ നിയമനം നമുക്ക് എല്ലാവർക്കും അറിയാം. അർഹതയുള്ള ആളുകളെ മറികടന്നുകൊണ്ട് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കുന്നതിനപ്പുറം ഇപ്പോൾ പരീക്ഷണം നടത്തുന്നത് പോലും ഒരു പ്രഹസനമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പരീക്ഷണം നടത്തുന്നത് അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത് പ്രോത്സാഹനത്തിന് വേണ്ടി മാത്രമായി മാറിയ കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരാൻ ഉണ്ടായ കാരണം. ഇത് ഒരു സൂചനാ സമരമാണ് എന്ന് ജില്ലാ പ്രസിഡന്റ് നേരത്തെ പറയുകയുണ്ടായി. ഈ സമരങ്ങളിൽ പഠിച്ചില്ല എങ്കിൽ തിരുവനന്തപുരം ജില്ല സ്തംഭിപ്പിക്കുന്ന നാട്ടിലേക്കുള്ള സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്